9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമുക്ക് അറിയാത്ത വാല്യൂസിനെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ്, അതായത് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് ഈ വേരിയബിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. 2x = 5. ഈ ഒരു ഇക്വേഷനകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ്. ഈ എക്സിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. x = 5/2. നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. 2x + y = 5. ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് ഈ രണ്ട് വേരിയബിളിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ആ ക്വസ്റ്റ്യനകത്ത് തന്നെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് വേറൊരു ഇക്വേഷനും കൂടെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതായത് പെയർ ഓഫ് ഇക്വേഷൻസ്, രണ്ട് ഇക്വേഷൻസ് ഒരു ക്വസ്റ്റ്യനകത്ത് നിന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. 3x + 2y = 8. ഇവിടെ കണ്ടോ, നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. ഈ രണ്ട് ഇക്വേഷൻസിനകത്തും എക്സും വൈയും വേരിയബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പെയർ ഓഫ് ഇക്വേഷന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എലിമിനേഷൻ മെത്തേഡ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യുന്നത്, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സ് = എന്ന് പറഞ്ഞിട്ട് ഡിറൈവ് ചെയ്തെടുക്കും. എന്നിട്ട് ഈ എക്സ് = എന്ന് പറഞ്ഞ് കിട്ടുന്ന സംഭവം ഉണ്ടാവുമല്ലോ, അത് രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ പൊസിഷനിൽ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈയിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആക്കി മാറ്റി അതിന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ y = എന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്ത് ഇതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇതിൽ വൈൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും, വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്, ഈ രണ്ട് ഇക്വേഷനിലും ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ആക്കി മാറ്റിയിട്ട് അതിൽ അഡീഷനോ അല്ലെങ്കിൽ സബ്ട്രാക്ഷനോ യൂസ് ചെയ്ത് ആ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. എന്നിട്ട് ഒരു സിംഗിൾ വേരിയബിളുള്ള ഇക്വേഷൻ ആക്കി മാറ്റി ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ ഒരു മെത്തേഡാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ലാസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദർ ആർ 100 beads black and white in a box. 10 more black than white. How many black and how many whites? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഒരു ബോക്സിനകത്ത് 100 beads ഉണ്ട്. അതിനകത്ത് ബ്ലാക്ക് ബീഡ്സും ഉണ്ട്, വൈറ്റ് ബീഡ്സും ഉണ്ട്. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണ് എങ്കിൽ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണവും അറിയില്ല, വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണവും അറിയില്ല. അപ്പോൾ ഒന്ന് നമുക്ക് എക്സും അടുത്തത് വൈയും ആക്കി എടുക്കാം. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്യാം തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ്, ടോട്ടൽ 100 ബീഡ്സ് ഉണ്ട്. വൈറ്റ് ബീഡ്സും ബ്ലാക്ക് ബീഡ്സും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സും വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം വൈയും ആക്കി എടുക്കാം. ഇനി ഇക്വേഷൻ ഫോം ചെയ്യാം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 100 കിട്ടണം. അതായത് എക്സും വൈയും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 100 കിട്ടണം. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള എന്താണ്? 10 more black than white. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ്? വൈറ്റിനേക്കാളും 10 എണ്ണം കൂടുതലാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് എക്സ് = വൈനേക്കാളും 10 എണ്ണം കൂടുതലാണ്, y + 10. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടി നമുക്ക്. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അതായത് ബ്ലാക്ക് ബീഡ്സിൻ്റെയും വൈറ്റ് ബീഡ്സിൻ്റെയും എണ്ണം കിട്ടും. ഇക്വേഷന് നമ്പർ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2. ഇവിടെ കണ്ടോ, ഈ രണ്ടാമത്തെ ഇക്വേഷനകത്ത് x = y + 10 ആണുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ പൊസിഷനിൽ ഈ y + 10 കൊടുക്കുക.
അതായത് ഈ ഇക്വേഷനിൽ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 10 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എക്സ് ഇസ് ഈക്വൽ ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ പൊസിഷനിൽ വൈ പ്ലസ് 10 വൈ പ്ലസ് 10 പ്ലസ് ബാക്കി ഇക്വേഷൻ എന്താണ് വൈ ഈക്വൽ ടു 100 പ്ലസ് വൈ ഈക്വൽ ടു 100. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒരു വേരിയബിളിൽ മാത്രമുള്ള ഇക്വേഷനായി കിട്ടി. ഇനി നമുക്ക് വൈയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വൈ പ്ലസ് വൈ എന്താ 2y പ്ലസ് 10 ഇസ് ഈക്വൽ ടു 100. 2y ഇസ് ഈക്വൽ ടു 10നെ റൈറ്റ് എടുത്താൽ മൈനസ് 10 ആയി മാറും. 2y ഇസ് ഈക്വൽ ടു 90 ഓർ y ഇസ് ഈക്വൽ ടു 90/2 ഈക്വൽ ടു 45. വൈയുടെ വാല്യൂ കിട്ടി. അതായത് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം 45 ആണ്. ഇനി ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എന്താണ്? വൈറ്റ് ബീഡ്സിനേക്കാളും 10 കൂടുതലാണല്ലോ. അതായത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ഇസ് ഈക്വൽ ടു വൈ എത്രയാണ് 45 പ്ലസ് 10 ഇസ് ഈക്വൽ ടു 55. ഇതും കിട്ടി. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി. ഇനി ഈ ക്വസ്റ്റിനകത്ത് തന്നെ നമുക്ക് ഒരു വേരിയബിൾ മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റിനകത്ത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റിനേക്കാളും 10 കൂടുതലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം നമ്മൾ എക്സ് ആക്കിയാണല്ലോ എടുത്തത്. അപ്പോൾ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എന്താവും? എക്സിനേക്കാളും 10 കുറവല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു വേരിയബിൾ മാത്രം യൂസ് ചെയ്തിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒരു വാല്യൂവിനേക്കാളും അടുത്തതിൻ്റെ വാല്യൂ ഇത്ര കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒരു വേരിയബിൾ മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആക്കി എടുത്തു. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 100 ആണ്. അതായത് എക്സ് പ്ലസ് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം അപ്പം എന്തായിരിക്കും? എക്സിനേക്കാളും 10 കുറവാണല്ലോ. സോ എക്സ് മൈനസ് 10. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടേണ്ടത്? 100. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം കൂടെ ആഡ് ചെയ്താൽ 100 കിട്ടണം. എക്സ് പ്ലസ് എക്സ് 2x മൈനസ് 10 ഇസ് ഈക്വൽ ടു 100. 2x ഇസ് ഈക്വൽ ടു 100 പ്ലസ് 10. ഈ 10നെ റൈറ്റ് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി മാറും. is equal to 110. 2x is equal to 110. x is equal to 110 divided by 2 equal to 55. അതായത് ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം 55. ഇനി വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എന്താണ്? ഇതിനേക്കാളും 10 കുറവാണ്. അതായത് വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എന്തായിരിക്കും? 45. ഇതിനേക്കാളും 10 കുറവ്. ഇങ്ങനെ സിംഗിൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി സെയിം പേജിൽ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees ആൻഡ് ദ പ്രൈസ് ഓഫ് ദ ടേബിൾ ആൻഡ് 4 chairs ഈസ് 14,000 rupees. വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു ടേബിളിൻ്റെയും ചെയറിൻ്റെയും കൂടെ പ്രൈസ് 11,000 rupees ആണ്. ഒരു ടേബിളിൻ്റെയും 4 ചെയറിൻ്റെയും കൂടെ പ്രൈസ് എത്രയാണ്? 14,000 rupees ആണ്. എങ്കിൽ ഒരു ചെയറിൻ്റെ പ്രൈസും ഒരു ടേബിളിൻ്റെ പ്രൈസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യണം. ഇവിടെ നമുക്ക് ടേബിളിൻ്റെയും ചെയറിൻ്റെയും പ്രൈസ് അറിയൂല. അപ്പോൾ നമുക്ക് അറിയാത്ത വാല്യൂവിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? എക്സും വൈയും യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടേബിളിൻ്റെ പ്രൈസ് എക്സ് ആക്കി എടുക്കാം. ടേബിളിൻ്റെ പ്രൈസ് എക്സും ചെയറിൻ്റെ പ്രൈസ് വൈ ആക്കി എടുക്കാം. ഇനി ഇക്വേഷൻ ഫോം ചെയ്യാം. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് 11,000 rupees. ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കൂടെ പ്രൈസ് എത്രയാണ്? 11,000 rupees. അതായത് എക്സും വൈയും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 11,000 കിട്ടണം. ഇനി രണ്ടാമത് കണ്ടീഷൻ തന്നിട്ടുള്ള എന്താണ്? ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 chairs. ഒരു ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടെ പ്രൈസ് 14,000 ആണ്. ഒരു ടേബിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ്. ഇനി 4 ചെയറിന്റെ പ്രൈസ് എന്താണ്? 4 ഇൻറ്റു ഒരു ചെയറിന്റെ പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. സോ 4 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 14,000 rupees. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇനി ഈ 2 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ഈ ഇക്വേഷന് നമ്പർ കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനകത്ത് നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യണം? ഈ ഇക്വേഷനകത്ത് രണ്ടാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ വൈനെ റൈറ്റിക്ക് കൊണ്ടുവന്നാൽ എന്താവും? 11,000 മൈനസ് വൈ എന്നാവും. ഇനി ഇതെന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? 11,000 മൈനസ് വൈ. സോ 11,000 മൈനസ് വൈ പ്ലസ്
ഇനി 4y ഉണ്ട്. 4y ഈക്വൽ ടു 14,000. ഇപ്പൊ നോക്കൂ, ഈ ഇക്വേഷൻ എന്താണ്? ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതിന് നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. സോ മൈനസ് വൈയും 4yയും ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. 4yന്ന് ഒരു y പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 3y ഉണ്ടാവും. പ്ലസ് ഇവിടെ 11,000 ഈക്വൽ ടു 14,000. ഇനി 3y, വൈയുടെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. 3y ഇവിടെ വെക്കുക, 11,000ന്റെ റൈറ്റ് കൊണ്ടുപോവുക. 14,000 മൈനസ് 11,000 ഇസ് ഈക്വൽ ടു 14,000 11,000 പോയി കഴിഞ്ഞാൽ 3,000. സോ y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3,000 ഡിവൈഡഡ് ബൈ ഈ 3നെ റൈറ്റ് കൊണ്ടുപോകുക, അപ്പോൾ ഡിവിഷനായി മാറും. ഇസ് ഈക്വൽ ടു 1000. y എന്ന് പറയുന്നത് എന്താണ്? ചെയറിന്റെ പ്രൈസ്. ഒരു ചെയറിന്റെ പ്രൈസ് എത്രയാണ്? 1000 rupees ആണ്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടേബിളിന്റെ പ്രൈസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? y ഇസ് ഈക്വൽ ടു 1000 എന്നുള്ളത് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 11,000 മൈനസ് വൈയുടെ വാല്യൂ എത്രയാണ്? 1000. സോ ഇസ് ഈക്വൽ ടു 11,000 എന്ന് 1000 പോയി കഴിഞ്ഞാൽ 10,000 rupees. അപ്പൊ ചെയറിന്റെ പ്രൈസ് എത്രയാണ്? ചെയറിന്റെ പ്രൈസ് നമ്മൾ എത്രയാണ് കൊടുത്തത്? y ആണല്ലോ. y ഇസ് ഈക്വൽ ടു 1000 rupees. അതേപോലെ ടേബിളിന്റെ പ്രൈസ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 10,000 rupees. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 8നകത്ത് ഓഫ് 2 numbers the larger one is 5 times the smaller one and subtracting the smaller from the larger gives 32. What are the numbers? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 2 നമ്പേഴ്സിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പറിന്റെ 5 times ആണ്. ചെറിയ നമ്പറിനെ വലിയ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 32 ആൻസർ കിട്ടും. എങ്കിൽ ആ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 നമ്പേഴ്സ് നമുക്ക് അറിയൂല, ഒന്ന് എക്സും ഒന്ന് വൈയും ആക്കി എടുക്കാം. ലാർജർ നമ്പർ എക്സും സ്മോളർ നമ്പർ വൈയും ആക്കി എടുക്കാം നമുക്ക്. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ദ ലാർജർ വൺ ഈസ് 5 times ദ സ്മോളർ വൺ. ലാർജർ വൺ എന്ന് പറയുന്നത് എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്മോളർ വണ്ണിനേക്കാളും 5 times ആണ്. സോ 5 ഇൻറ്റു സ്മോളർ വൺ ഈസ് വൈ. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി ചെറിയ നമ്പർ വലിയ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 32 കിട്ടണം. ഇവിടെ വലിയ നമ്പർ എന്ന് പറയുന്നത് എക്സ്. എക്സിന്ന് ചെറിയ നമ്പർ വൈ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടണം? 32 കിട്ടണം. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ നമ്പറും ചെറിയ നമ്പറും കിട്ടും. ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് എക്സ് ഇസ് ഈക്വൽ ടു ഈ 5y എന്ന് കിട്ടിയിട്ടുണ്ട്. നേരെ ഈ എക്സിന്റെ പൊസിഷനിൽ ഈ 5y കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2നകത്ത് കൊടുക്കുക. അപ്പോൾ 2 എന്തായി മാറും? എക്സിന്റെ പൊസിഷനിൽ 5y. 5y മൈനസ് y ഈക്വൽ ടു 32. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. 5y ന്ന് ഒരു y പോയി കഴിഞ്ഞാൽ 4y ഇസ് ഈക്വൽ ടു 32. y ഇസ് ഈക്വൽ ടു 32 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 8. y എന്ന് പറയുന്നത് സ്മോളർ നമ്പർ. ഇനി ലാർജർ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? x ഇസ് ഈക്വൽ ടു 5y ആണല്ലോ. സോ 5 ഇൻറ്റു വൈയുടെ വാല്യൂ 8 ഇസ് ഈക്വൽ ടു 40. അപ്പം ലാർജർ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 40. സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 8. ഇനി അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കൂ. പേജ് നമ്പർ 9. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/2 if instead 1 is added to the denominator and then simplified it becomes 1/3. What is the fraction? ഒരു ഫ്രാക്ഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1/2 കിട്ടും. ഇനി അതിന് പകരം അതിൻ്റെ ഡിനോമിനേറ്റർക്ക് 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 1/3 കിട്ടും. എങ്കിൽ ആ ഫ്രാക്ഷണൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പർ ആകുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫ്രാക്ഷണൽ നമ്പർ ആ ഫ്രാക്ഷൻ ബി x/y ആക്കി എടുക്കാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട്. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്? ഇതിൻ്റെ ന്യൂമറേറ്ററിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എക്സ്, ഈ എക്സിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എന്തായി മാറും? 1/2 ആയി മാറും.
ഇനി അതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് വൈ, വൈയിലേക്ക് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എന്തായി മാറും? 1/3 ആയി മാറും. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ള കണ്ടീഷൻ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് ഈ ഫ്രാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഈ ഫ്രാക്ഷനൊക്കെ ഒരു ലീനിയർ ഫോമിലേക്ക് ആക്കി മാറ്റാം. ഇതിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? എക്സ് പ്ലസ് 1/y ഈക്വൽ ടു 1/2. ഇതിനെ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ആയി മാറും. ഇസ് ഈക്വൽ ടു ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 1 ഇൻറ്റു വൈ ആയി മാറും. സോ ഇതിനെ ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2 ഈക്വൽ ടു വൈ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു എക്സ് 3x is equal to y plus 1 into 1 is equal to y plus 1. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ നോക്കൂ. y is equal to 2x plus 1 എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈയുടെ വാല്യൂനെ നേരെ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ വൈൻ്റെ പൊസിഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. സോ ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 എന്തായി മാറും? 3x is equal to വൈയുടെ പൊസിഷനിൽ എന്ത് കൊടുക്കണം? 2x plus 2 കൊടുക്കണം. 2x plus 2 ഒരു പ്ലസ് 1 കൂടെ ഉണ്ടാവും ഇവിടെ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ. നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. 3x ഈ 2xനെ ലെഫ്റ്റിക്ക് കൊണ്ടുവരിക. അപ്പോൾ 3x മൈനസ് 2x ആയി മാറും. ഈക്വൽ ടു 2 plus 1 ഈക്വൽ ടു 3. 3x നിന്ന് 2x പോയി കഴിഞ്ഞാൽ 1x is equal to 3. x is equal to 3 എന്ന് കിട്ടി. അതായത് ന്യൂമറേറ്റർ കിട്ടി. ഇനി ഡിനോമിനേറ്റർ y കണ്ടുപിടിക്കണം. ഈ ഇക്വേഷനകത്ത് കൊടുത്താൽ മതിയാലോ. y is equal to എന്താണ്? y is equal to 2x plus 2 2 ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂ കൊടുക്കുക. 3 plus 2 is equal to 2 ഇൻറ്റു 3 6 plus 2 is equal to 8. വൈയുടെ വാല്യൂ 8. therefore the fraction എന്തായിരിക്കും? The fraction is equal to എക്സിൻ്റെ വാല്യൂ 3 വൈയുടെ വാല്യൂ 8 3/8.